അപ്പൊ നമ്മുടെ ഈ മഞ്ഞൾ നടന്ന സീസൺ ഒക്കെ ആയിരിക്കുകയാണ്. ഇതുവരെയായിട്ട് നിങ്ങൾ മഞ്ഞൾ നട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോടൊപ്പം നിങ്ങൾക്ക് മഞ്ഞൾ നടാം. അപ്പൊ കൂട്ടുകാരെ ഇങ്ങനെ മഞ്ഞൾ നട്ടില്ല ഉറപ്പാതെ നിങ്ങൾ മഞ്ഞൾ ഒരിക്കലും വളർന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് സമയം കളയാതെ മഞ്ഞൾ നടിയുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഈ മഞ്ഞൾ ഗ്രോ ബാഗ് നടാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് സോയിൽ മിക്സ് തയ്യാറാക്കാൻ തുടങ്ങുവാണ്. അപ്പൊ ജോസുട്ടി മണ്ണുകൊണ്ടേ മറിച്ചിടാം. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മണ്ണാണ്. മറിച്ചിടാ അടിപൊളി മാറ്റാ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നിറച്ചേക്കുന്നത് മണ്ണാണ്. നമ്മുടെ മണ്ണ് കൊണ്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണിന് കമ്പോസ്റ്റ് കൂടിയുള്ള ഒരു മിക്സ് ആണ് നമ്മൾ അടുത്തായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തായിട്ട് പറിക്കാൻ പോകുന്നത് നമ്മുടെ ചാണകപ്പൊടി അതുപോലെ തന്നെ കമ്പോസ്റ്റോട് കൂടിയുള്ള മിക്സ്ചറുമാണ്. അപ്പൊ മറിച്ചോടി വേഗം ഇവിടെ തട്ടിക്കോ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതും കൂടെ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ മിക്സ്ചർ രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടി ഇതൊക്കെ എല്ലാ സൈഡിലേക്കും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ചങ്ങ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രോ ബാഗ് നമ്മൾ എടുത്തു വന്നിട്ടുണ്ട്. നമ്മൾ നല്ല ഏറ്റവും വലിയ ഗ്രോ ബാഗ് തന്നെയാണ് നമ്മൾ മഞ്ഞളിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ഗ്രോ ബാഗ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ ഈ മൂളിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അതിനകത്ത് ഞെക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രോ ബാഗ് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഗ്രോ ബാഗ് നിറയ്ക്കാൻ ഏറ്റവും ആവശ്യമായ സാധനം അത് കരികിലയാണ്. അപ്പൊ ജോസുടി കരികിലാണോ? അപ്പൊ കൂട്ടുകാര് നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രോ ബാഗ് ആദ്യം തന്നെ തുറക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രോ ബാഗ് നമ്മൾ തുറന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മണ്ണ് ഒരു 2 കൈ പിടി മണ്ണ് നമ്മുടെ ഗ്രോ ബാഗിന്റെ അടിത്തട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് നിറയ്ക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ കരികിലയാണ്. നമ്മുടെ കരികില ഇങ്ങ് പോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ കരികില മണ്ണ്. ഓക്കെ, അപ്പൊ കരികില മണ്ണ് എന്ന രീതിയിലാണ് നമ്മുടെ ഗ്രോ ബാഗ് ഫുള്ള് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോ ആദ്യം അതിൻ്റെ അടിയിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി അതിന്റെ മണ്ടയിൽ കരികില നിറയ്ക്കുന്നു. ഇനി അതിന്റെ മണ്ടയിൽ നമ്മുടെ മണ്ണ് നിറയ്ക്കുന്നു. ഇനി അതിന് വേണ്ട കരികില അങ്ങനെയാണ് നമ്മുടെ നിറയ്ക്കൽ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ ഇതൊന്നും കാണിക്കുന്നില്ല കാരണം ഒത്തിരി സമയം പോകും. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ നിറച്ചു കഴിഞ്ഞ് കാണിച്ച് തരാം. അപ്പൊ കൂട്ടുകാരെ നോക്കിയത് നമ്മുടെ 4 ഗ്രോ ബാഗ് നിറച്ചപ്പോൾ നമ്മുടെ മണ്ണൊക്കെ തീർന്നു. അപ്പൊ നമ്മുടെ എല്ലാ മിക്സും ഒന്നോ മിക്സ് ചെയ്തിട്ട് നമ്മുടെ അണ്ണം കൊണ്ടിരുന്നുണ്ട്. പറിച്ചോളാ മോനെ, അത്രേ ഉള്ളൂ. വണ്ടി എടുത്ത് പോടാ. അപ്പൊ നമ്മൾ 4 ഗ്രോ ബാഗ് നിറച്ചപ്പോൾ പകുതി മണ്ണല്ല മുഴുവൻ മണ്ണും തീർന്നു. അപ്പൊ മച്ചാന്മാരെ ഇതും കൂടെ നമ്മള് ലാസ്റ്റ് ഗ്രോ ബാഗ് നിറയ്ക്കുവാണ്. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ 6 ഗ്രോ ബാഗ് നമ്മൾ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് എല്ലാ ഗ്രോ ബാഗിലും നമുക്കൊരു ചെറിയ ആഴത്തിൽ എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് ആഴത്തില്, 1 ഇഞ്ചല്ല ഒരുമാതിരി ആഴത്തില് നമ്മുടെ ഈ കൈയുടെ ഇത്ര ആഴത്തില് നമുക്ക് മഞ്ഞളിടാനുള്ള കുഴി നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മഞ്ഞളാണ്. മഞ്ഞൾ പോട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ മഞ്ഞള്. അപ്പൊ ഈ മഞ്ഞളാണ് നമ്മൾ നടാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ മഞ്ഞൾ കുട്ടന്മാരെ നമ്മള് മുള മണ്ടയിലേക്ക് വരുന്ന രീതിയിൽ ഓരോ കുഴിയിലും നമുക്ക് ഓരോ എണ്ണത്തിനെ വെച്ച് നട്ടു കൊടുക്കാം. ഒന്നിൽ കൂടുതൽ നട്ടാൽ കാരണം വളരാനുള്ളതാണ്. അതുകൊണ്ട് സ്ഥലം കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുഴിയിൽ ഓർണം വെച്ചാണ് നടന്നത്. ഓക്കെ, നമ്മൾ എല്ലാ കുഴിയിലും ഓരോന്ന് വെച്ച് നട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മഞ്ഞളെല്ലാം നമുക്ക് മണ്ണിട്ട് മൂടി കൊടുക്കാം. നമ്മുടെ എല്ലാ മഞ്ഞളും നമ്മൾ മണ്ണിട്ട് മൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കരികില ഇതിന്റെ മണ്ട കൂടെ നമുക്ക് ചെറിയ പൊതയായിട്ട് വളമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മഞ്ഞളെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ മഞ്ഞളല്ലാതെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി മഞ്ഞളൊക്കെ വളർന്നു വരിക എന്ന് പറയുന്നത് കുറെ സമയം എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളോടൊപ്പം അപ്ഡേറ്റ് ആയി പോകണം ഓർത്താണ് നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ എന്ത് വേണമെന്ന്. അപ്പൊ കൂട്ടുകാരെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് നല്ല അടിപൊളി ഓർഗാനിക് വെണ്ട വിത്ത് ആവശ്യമുണ്ട്. നമ്മൾ നമ്പർ നമ്മൾ ഈ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ കയറി വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ജൈവ വെണ്ടക്കുരു വിത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല ഓർഗാനിക് സാധനമാണ്. അപ്പോൾ മേടിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്കും തന്നെ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീരുകയാണ്. ബൈ.